Hello everyone. So in this video we are going to deal with antigen antibody interaction. So actually we have a very good idea about what is an antigen, what is an antibody, how it look like, which all immune responses they would bring. So ഇന്നത്തെ ഒരു വീഡിയോയിൽ we are much more focused into two features of them. That means two features of their interaction. Affinity and avidity എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. So what is antigen antibody interaction? So this is a reaction which is based on humoral immunity. Humoral immunity എന്ന് പറയുന്നത് ഏത് ഇമ്മ്യൂണിറ്റിയാണ്? ബി സെൽ മീഡിയേറ്റഡ് അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ്. ടി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിന് എന്താ പറയുക? ഇറ്റ് ഈസ് സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ടി സെൽസ് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യില്ല, നമുക്കറിയാം. ബി സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുക. സോ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൻറ്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിനെ ആയിട്ടാണ് ഇത് ബേസ് ചെയ്യുന്നത്. വോട്ട് ദിസ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത് ബി സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലാണ്. ആൻഡ് വിച്ച് ബോണ്ട്സ് ദേ ബ്രിങ്, ഈ ഒരു ബോണ്ടിങ് നടക്കുമ്പോൾ ഏതൊക്കെ ബോണ്ടുകളാണ് ഇവർ കൊണ്ടുവരുന്നത്, എങ്ങനത്തെ ബോണ്ടാണ് ഫോം ചെയ്യുന്നത്, ഈസ് ഇറ്റ് റിവേഴ്സിബിൾ ഓർ ഇറിവേഴ്സിബിൾ, അതൊക്കെയാണ് നമ്മൾ ഇനി നോക്കുന്നത്. സോ ദേ ആക്ച്വലി ഫോം എ നോൺ കൊവലൻറ്റ് ഇൻട്രാക്ഷൻ. നമുക്കറിയാം ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഇൻട്രാക്ഷൻ ഏതാണ്? ദാറ്റ് ഈസ് കൊവലൻറ്റ് ഇൻട്രാക്ഷൻ. കൊവലൻറ്റ് ഇൻട്രാക്ഷൻസ് നടക്കുവാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് ദാറ്റ് അവർ തമ്മിൽ ഒരിക്കലും സെപ്പറേറ്റഡ് ആവില്ല, അതായത് റിവേഴ്സിബിൾ ആയിട്ട് ഇങ്ങനെ പിടിച്ച് അവിടെ നിൽക്കും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവിടെ നിൽക്കും. സോ വി ആക്ച്വലി ഡോണ്ട് വോണ്ട് ദാറ്റ് കണ്ടീഷൻ. നമുക്ക് റിവേഴ്സിബിൾ ആയിട്ടാണ് വേണ്ടത്. ആൻറ്റിജൻ ആൻറ്റിബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആയിട്ട് പോരണം, അങ്ങനെ സ്ഥിരകാലത്തേക്ക് ആ ആൻറ്റിജൻ അവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. സോ വാട്ട് ഫോം ഓഫ് ഫോഴ്സസ് ആർ ഫോംഡ് ദർ? ദർ ഫോം എ നോൺ കോവലൻറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഏതൊക്കെ ഫോഴ്സുകളായിരിക്കും? വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോൺസ് ഫോം ചെയ്യും, അയണിക് ബോൺസ് ഫോം ചെയ്യും, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻസ് ഫോം ചെയ്യും. സോ ദീസ് ആർ മെയിൻ 4 ടൈപ്സ് ഓഫ് നോൺ കോവലൻറ്റ് ഇൻട്രാക്ഷൻസ്. അപ്പോൾ കോവലൻറ്റ് ഇൻട്രാക്ഷൻസ് അല്ല ഇവിടെ ഫോം ചെയ്യുന്നത്. ദാറ്റ് ഇസ് എ വെരി ഫസ്റ്റ് പോയിന്റ്. ആൻഡ് ആസ് എ റിസൾട്ട് എ റിവേഴ്സിബിൾ റിയാക്ഷൻ ഈസ് ഹാപ്പനിങ് ഹിയർ. അപ്പോൾ നമ്മൾ രണ്ട് കാര്യമാണ് നോക്കിയത്. നോൺ കോവലൻ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ ആണ് നടക്കുന്നത്, അതോടൊപ്പം തന്നെ റിവേഴ്സിബിൾ ആയിട്ടുള്ള റിയാക്ഷൻ ആണ് നടക്കുന്നത്. അതായത് ദേ ക്യാൻ ബി മെയ്ഡ് ഇൻ ടു സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. ആൻഡ് ദിസ് ഇസ് ദ കറസ്പോണ്ടിങ് പിക്ചർ ഓഫ് ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി. അതായത് ആൻറ്റിജൻ്റെ എപ്പിടോപ്പും ആൻറ്റിബോഡിയുടെ പാരടോപ്പും ബൈൻഡ് ചെയ്യുന്നു. ആൻഡ് ദിസ് ബൈൻഡിങ് ഈസ് ഷോൺ ഹിയർ ഇൻ എ എൻലാർജ്ഡ് മാനർ. സോ ഏതൊക്കെ ബോണ്ടുകളാണ് നമ്മൾ പറഞ്ഞാൽ? ഹൈഡ്രജൻ ബോണ്ട് ഉണ്ട്, അയണിക് ബോണ്ട് ഉണ്ട്, ഹൈഡ്രോഫോബിക് ഇൻട്രാക്ഷൻ ഉണ്ട്, വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അങ്ങനെ ഈ പറഞ്ഞിട്ടുള്ള നാല് മെയിൻ ആയിട്ടുള്ള ഇതുകളെയാണ്, എന്താ ബോണ്ടുകളെയാണ് അല്ലെങ്കിൽ ഇൻട്രാക്ഷൻസിനെയാണ്, ഫോഴ്സസിനെയാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷനാണ് ഈ രണ്ട് സംഭവങ്ങൾ തമ്മിൽ, ഏത് ഫോറിൻ പാർട്ടിക്കിൾ ആയിട്ടുള്ള ആൻറ്റിജനും നമ്മുടെ ആൻറ്റിബോഡിയും തമ്മിൽ ഉണ്ടാവുന്നത്. സോ വാട്ട് ഈസ് ദ റിയാക്ഷൻ ഹാപ്പനിങ് ഹിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇറ്റ് ഈസ് പ്രിറ്റി മച്ച് സിമിലർ ടു ദ എൻസൈം സബ്സ്ട്രേറ്റ് ഇൻട്രാക്ഷൻ. അപ്പോൾ വളരെ സ്പെസിഫിക് ആണ് ഇവർ. നമ്മൾ പറയും ടൈലർ മെയ്ഡ് ആയിട്ടുള്ള ഒരു ഇൻട്രാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം കറസ്പോണ്ടിങ് എപ്പിടോപ്പും കറസ്പോണ്ടിങ് പാരടോപ്പും ആയിരിക്കും ബൈൻഡ് ചെയ്യുന്നുണ്ടായിരിക്കുക യൂസിങ് ദിസ് നോൺ കോവലൻറ്റ് ഇൻട്രാക്ഷൻ. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുന്നത്? ഈ ഒരു ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. സോ ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ നടക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഒത്തിരി റിയാക്ഷൻസ് ആണ് ഇവിടെ നടക്കുന്നത്. ന്യൂട്രലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അഗ്ലൂട്ടിനേഷൻ, പ്രസിപ്പിറ്റേഷൻ, കോംപ്ലിമെൻറ്റ് സിസ്റ്റം. കോംപ്ലിമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ആ ഫിഗർ എന്താണ്? ഒരു ഹോൾ ഫോം ചെയ്യുന്ന ഫിഗർ കണ്ടില്ലേ? അതെന്താണ്? മാക്ക്, അതായത് മെംബ്രെയിൻ അറ്റാക്കിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഹോൾ ഫോം ചെയ്യും, ഓസ്മോലാരിറ്റി ചേഞ്ച് ചെയ്യും. അങ്ങനെ അത് എന്ത് പറ്റും? സെൽ ലൈസിസ് പറ്റും, അപ്പോപ്ടോസിസ് നടക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുവഴി ഇൻഫ്ലമേഷൻസും നടക്കാം, ഫാഗോസൈറ്റോസിസും നടക്കാം. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ ചെയ്യണത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ബേസിക് അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ വഴിയാണ്. അപ്പം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു കോംപ്ലക്സ് ഫോം ചെയ്യുക, AGAB കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് അത്രയും വൈറ്റലാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ? ഫസ്റ്റ് വൺ ഇസ് സ്പെസിഫിസിറ്റി. വി ഹാഡ് ഓൾറെഡി മെൻഷൻഡ് അബൌട്ട് ദ സ്പെസിഫിസിറ്റി. അവർ ടൈലർ മെയ്ഡ് ആയിരിക്കും, എൻസൈം സബ്സ്ട്രേറ്റിനെ റിസംബിൾ ചെയ്യും, അത്രയും പെർഫെക്റ്റ് മാച്ച് മെയ്ഡ് ഫോർ ഈച്ച് അതർ പോലെ ആയിരിക്കും അവരുടെ എന്താ പറയുക ഫീച്ചേഴ്സ്, അത്രയും സ്പെസിഫിക് ആയിരിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് അഫിനിറ്റി, തേർഡ് വൺ ഇസ് എവിഡിറ്റി, ഇമ്മ്യൂൺ കോംപ്ലക്സ്. ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് AGAB കോംപ്ലക്സിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് AG ബൈൻഡ്സ് ടു AB ആൻഡ് ഫോം എ കോംപ്ലക്സ്. ആ ഒരു കോംപ്ലക്സിനെയാണ് നമ്മൾ ഇമ്മ്യൂൺ കോംപ്ലക്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ക്രോസ് റിയാക്ടിവിറ്റി. നൗ വി ആർ മൂവിങ് ടു അഫിനിറ്റി. സോ വാട്ട് ഇസ് അഫിനിറ്റി? അഫിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മലയാളത്തിൽ അത് ഇഷ്ടം അല്ലെങ്കിൽ എത്രത്തോളം സ്നേഹം, ഇഷ്ടം എന്നൊക്കെയാണ് അഫിനിറ്റി എന്ന് നമ്മൾ പറയുമ്പം പറയാം.
സോ ഈ ഒരു ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിൽ എത്ര ഇഷ്ടമുണ്ട്, അവർ എത്രയും സ്ട്രെങ്ത്തിലാണ് ബോണ്ട് ചെയ്തിട്ടുള്ളത്, അവരുടെ ബൗണ്ടിങ് എത്രയും സ്ട്രെങ്ത്തിലാണ് എന്ന് അളക്കാണ് നമ്മൾ ഈ അഫിനിറ്റി യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ക്വാണ്ടിറ്റേറ്റിംഗ് ആൻറ്റിബോഡി ആൻറ്റിജൻ ഇൻട്രാക്ഷൻ. ആ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി ഇൻട്രാക്ഷന് എത്രത്തോളം ശക്തിയുണ്ട്, അവരെത്രത്തോളം ബൗണ്ടഡ് ആണ്, അവർ തമ്മിൽ എത്രത്തോളം സ്നേഹമുണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് സിംപ്ലി. സോ ദ സ്ട്രെങ്ത് ഇസ് ഡിറ്റർമിൻഡ് ബൈ സം ഓഫ് മൾട്ടിപ്പിൾ നോൺ കോവലൻറ്റ് ബോണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾക്ക് ഓൾറെഡി അറിയാം, അതായത് ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡിനെയായിട്ട് ബൈൻഡ് ചെയ്യുന്നത് ഇപ്പം ഹൈഡ്രോഫോബിക് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും, വാൻഡർവാൾസ് ഫോഴ്സ് ഉണ്ടായിരിക്കും, ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടായിരിക്കും, അതുപോലെ അയണിക് ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ഇതെല്ലാം എന്താണ്, നോൺ കോവലൻറ്റ് ബോൺസ് ആണ്. അപ്പം ഇതുപോലെ മൾട്ടിപ്പിൾ നോൺ കോവലൻറ്റ് ബോൺസിൻ്റെ എല്ലാം കൂടെ ആകത്തുക, ഇത്രയും നോൺ കോവലൻറ്റ് ബോണ്ടുകളെല്ലാം കൂടെ നമുക്കൊരു സം ടോട്ടൽ കിട്ടും. അതാണ് നമ്മൾ അതിൻ്റെ സ്ട്രെങ്ത് ആയിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. സോ ദ സ്ട്രെങ്ത് ഓഫ് ദ ഇൻട്രാക്ഷൻ, അഫിനിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സ്ട്രെങ്ത് ഓഫ് ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ എന്ന് ഞാൻ റെഡ് ചെയ്തിട്ട് എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഡെഫിനിഷനിൽ മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഓവറോൾ എന്നൊക്കെ വരും, അതാണ് എവിഡിറ്റി എന്ന് പറയുന്നത്. സോ സിംഗിൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടേം ഇൻ ദിസ് ഡെഫിനിഷൻ. സോ സ്ട്രെങ്ത് ഓഫ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ എ സിംഗിൾ എപ്പിടോപ്പ് ആൻഡ് എ പാരടോപ്പ് ഇസ് കോൾഡ് അഫിനിറ്റി. ഒരു സിംഗിൾ എപ്പിടോപ്പും പാരടോപ്പും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ള സെയിം ആണ്. നേരത്തെ ഒരു പിക്ചർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ അത് കാണിക്കാം. സോ ഈ ഒരു ഫിഗറാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ദിസ് ഇസ് എ സിംഗിൾ ആൻറ്റിബോഡി ആൻഡ് ഇറ്റ് ഇസ് ബൗണ്ട് ടു എ സിംഗിൾ ആൻറ്റിജൻ. അതായത് ഈ ആൻറ്റിജൻ്റെ ഒരു എപ്പിടോപ്പും, അതായത് ഈ ആൻറ്റിജൻ്റെ ഒരു എപ്പിടോപ്പും ഇവിടെയുള്ള ഈ പാരടോപ്പും തമ്മിലുള്ള ഒരു ബൈൻഡിങ്. ഈ ബൈൻഡിങ്ങിൽ എന്തൊക്കെ ഉണ്ടാവും, there is multiple, these all bonds, that is hydrogen bond, ionic bond, hydrophobic interaction, van der Waals interaction, these all include in non-covalent interactions. So ഇവരെല്ലാവരും കൂടെയുള്ള സം ആണ് നമ്മൾ എന്തിനായിട്ട് ഉദ്ദേശിക്കുന്നത്, that is the strength of that interaction or that is the affinity of that particular interaction. So നമ്മൾ നേരത്തെ കാണിച്ച പോലെ ഒരു സിംഗിൾ എപ്പിടോപ്പും ഒരു സിംഗിൾ പാരടോപ്പും തമ്മിലുള്ള മൾട്ടിപ്പിൾ നോൺ കോവലൻറ്റ് ബോൺസിൻ്റെ സമ്മിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അഫിനിറ്റി എന്ന് പറയുന്നത്. അതായത് അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിൻ്റെ സ്ട്രെങ്ത്, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഹൗ ക്യാൻ വി മെഷർ ദിസ് തിങ്? സോ ദിസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ഇക്വിലിബ്രിയം ഡയാലിസിസ് ഓർ ബൈ SPR, ദാറ്റ് ഇസ് സർഫസ് പ്ലാസ്മ റെസൊണൻസ്. അപ്പം ഇക്വിലിബ്രിയം ഡയാലിസിസ് യൂസ് ചെയ്തിട്ടുള്ള മെത്തഡാണ് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആ മെത്തഡാണ്. അപ്പം ഇത് നമുക്ക് അറിയാം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് K എന്ന് പറഞ്ഞിട്ടുള്ള ടേം നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് ഇത് മെഷർ ചെയ്യുന്നത്. സോ ഇക്വിലിബ്രിയം ഡയാലിസിസ് ഇസ് എ മെത്തേഡ് ദാറ്റ് മെഷർ ദ അഫിനിറ്റി ഓഫ് ആൻറ്റിബോഡി ടു എ ഹാപ്റ്റൻ ഓർ ദ എമൗണ്ട് ഓഫ് ഫ്രീ ആൻഡ് ബൗണ്ട് ലിഗാൻഡ് ടു എ മാക്രോ മോളിക്യൂൾ. അതായത് നമ്മൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ വെച്ചിട്ട് ഒരു ബീക്കറിനെ സെപ്പറേറ്റ് ചെയ്യുകയും അവിടെ ലിഗാൻഡും സബ്സ്ട്രേറ്റും ഇട്ടിട്ട് ഒരു റിയാക്ഷൻ നടത്തുകയാണ്. അത് ഞാൻ നെക്സ്റ്റ് ഇതിൽ ചെയ്യുകയാണ്. ഇതിൽ ഞാൻ കുറച്ചുകൂടെ എൻലാർജ് ചെയ്ത് കാണിച്ചു തരാം. ദാറ്റ് ഈസ് നമ്മൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു കൺട്രോൾ A ആണ് കൺട്രോൾ, ഈ B ആയിട്ട് കൊടുത്തുള്ളത് എക്സ്പെരിമെൻ്റൽ ആണ്. സോ ഒരു കൺട്രോൾ ഗ്രൂപ്പുണ്ട്, ഒരു എക്സ്പെരിമെൻ്റൽ ഗ്രൂപ്പുണ്ട്. സോ കൺട്രോൾ ഗ്രൂപ്പിൽ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ A, B എന്ന് പറഞ്ഞ പാർട്ടീഷൻസ് പ്രസൻ്റ് ആണ്. A and B പാർട്ടീഷൻസ് ആർ ദർ. ഇവിടെ നോ ആൻറ്റിബോഡി പ്രസൻറ്റ്, അതായത് ആൻറ്റിബോഡീസിനെ ഒന്നും ഇട്ടിട്ടില്ല. ഇവിടെ ആണെച്ചാൽ ആൻറ്റിബോഡീസിന് ഉണ്ട്, കണ്ടോ, എയിൽ ആൻറ്റിബോഡീസ് ഉണ്ട്, ഇവിടെ ആണെച്ചാൽ ആൻറ്റിബോഡീസ് ഒന്നുമില്ല. ബിയിൽ മാത്രം കുറച്ച് ആൻറ്റിജൻസ് അല്ലെങ്കിൽ കുറച്ച് സബ്സ്റ്റൻസസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആൻഡ് ദേ ആർ സെപ്പറേറ്റഡ് ബൈ എ SPM, ദാറ്റ് ഈസ് എ സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിൻ, ദിസ് സെറ്റപ്പ് ഇൻക്ലൂഡ് two compartments, that is A and B, and they are separated by a semi permeable membrane, and B consists of some particles. And what happens at the equilibrium state, initial state ലാണ് ഈ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നത്. ഇക്വിലിബ്രിയം സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കും, എല്ലാ പാർട്ടിക്കിൾസും ഈക്വൽ ആയിട്ട് ഡിവൈഡഡ് ആയിട്ട് എയിലും ബിയിലും കാണുന്നുണ്ട്. സോ ദിസ് ഇസ് ഹാപ്പൻഡ് ഇൻ ദ കൺട്രോൾ കേസ്. കൺട്രോളിൽ ഇതാണ് നടക്കുന്നത്. ഇനി നെക്സ്റ്റ് കേസ് ഏതാണ്, എക്സ്പെരിമെൻ്റൽ ആണ്. എക്സ്പെരിമെൻ്റൽ, ദിസ് ഇസ് എക്സ്പെരിമെൻ്റൽ കേസ്. സോ വാട്ട് ഹാപ്പൻ ഇസ് ദാറ്റ് in A compartment we add some antibodies and in B compartment we add some antigen. So something like that, substrate and ligand. Okay, അപ്പോൾ നമ്മൾ അങ്ങനെ ആൻറ്റിബോഡീസും ബിയിൽ കുറച്ച് ആൻറ്റിജൻസും ഇട്ടെന്ന് വിചാരിക്കാം. ഇനി എന്ത് സംഭവിക്കുന്നു, ഫൈനൽ സ്റ്റേറ്റ് ആകുമ്പോൾ
ഈ ബിയിൽ എപ്പോഴും കുറവായിരിക്കും എന്ത്, ആൻറ്റിജൻ കുറവായിരിക്കും, ആൻറ്റിബോഡി ബൗണ്ടഡ് ആയിട്ടുള്ള ആൻറ്റിജൻസ് ഇവിടെ കൂടുതലായിരിക്കും. വെരി സിമ്പിൾ. അതായത് ഇവിടെ ബിയിലിപ്പോൾ ഒരു 10 ആയിരുന്നു ഇട്ടിരുന്നതെന്ന് വിചാരിക്കുക. ഫൈനൽ സ്റ്റേജ് ആയപ്പോഴേക്കും ഇവിടെ 4 ഇവിടെ 6 ആയി. ജസ്റ്റ് ഒരു ഇത് കറക്റ്റായിട്ടുള്ളൊരു കണക്കല്ല പറയണത്. എന്ന് വെച്ചാലും ഈ ഒരു 10 എന്നുള്ളത് 4ഉം 6ഉം ആയിട്ട് മാറി എന്നുള്ളൊരു സിനാരിയോ ആലോചിക്കുക. അതായത് ഇവിടെ എന്താണ് സംഭവിച്ചത്, ഈ ആൻറ്റിബോഡീസ് ഇതിനെ ബൗണ്ട് ചെയ്തിട്ട് നിൽക്കുകയാണ്. ആരിനെ, ഈ ആൻറ്റിജനെ ബൈൻഡ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പം ഈ ലിഗാൻഡിൽ ബൈൻഡ് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതും ഉണ്ട്, ബൈൻഡ് ചെയ്ത് നിൽക്കുന്നതും നമുക്കിവിടെ കാണാം. സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഗ്രാഫും നമുക്ക് ഈ സൈഡിൽ കാണാം. സോ കൺട്രോളിൻ്റെ ഗ്രാഫും ഉണ്ട്, എക്സ്പെരിമെൻ്റലിൻ്റെ ഗ്രാഫും ഉണ്ട്. മെയിൻലി നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. സോ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്കറിയാം. AG + AB, അതും ഫ്രീ ആൻറ്റിജനും ഫ്രീ ആൻറ്റിബോഡിയും ആയിട്ട് നിൽക്കുന്നത് AG-AB കോംപ്ലക്സ് ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ K1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്, K1. സോ വാട്ട് ഇസ് K1? K1 എന്ന് പറയുന്നത് ഈസ് അസോസിയേഷൻ റേറ്റ്. AGയും ABയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് AG-AB കോംപ്ലക്സ് ആവുന്ന ആ ഒരു എനർജി റേറ്റിനെയാണ് നമ്മൾ K1 എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് K ഓൺ എന്ന് പറയും, അല്ലെങ്കിൽ K1, സിംപ്ലി K1. ഇനി AG-AB സെപ്പറേറ്റ് ചെയ്ത് AG വേറെയായി AB വേറെ ആയിട്ട് മാറുന്ന ആ ഒരു എയറോ നമുക്ക് കാണാം. അടിയിലുള്ള എയറോയിൽ നമ്മൾ K2 എന്ന് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഡിസോസിയേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പം K1 ഇസ് അസോസിയേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് K2 ഇസ് ഡിസോസിയേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ KA എന്തായിരിക്കും, അസോസിയേഷൻ ബൈൻഡിങ് കോൺസ്റ്റൻറ്റ് KA എന്ന് പറയുന്നത് സ്ക്വയർ ബ്രാക്കറ്റ് ഓഫ് AG-AB. AG-AB അതായത് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ നമ്മുടെ റിയാക്റ്റൻസിൻ്റെ, അതായത് ഇവിടെ AG + AB എന്നായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേഷൻ ഓഫ് AB ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് AG. അപ്പോൾ ഇതാണ് ഈ ഒരു റിയാക്ഷൻ്റെ ഫോർമുല. ഇനി എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇഫ് ബൈൻഡിങ് ഈസ് വീക്ക്. നമുക്കറിയാം ബൈൻഡിങ് വീക്ക് ആകുമ്പോഴും സ്ട്രോങ് ആകുമ്പോഴും K2-നെ അത് ബാധിക്കും. K2-നെ എങ്ങനെയാണ് ബാധിക്കുക? K2 ഓൾറെഡി നമ്മൾ പറഞ്ഞു ഡിസോസിയേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അതായത് AG-AB എന്ന് പറഞ്ഞ കോംപ്ലക്സിനെ തകർത്ത് AG വേറെ AB വേറെ എന്നുള്ള രീതിയിലാക്കുന്നതാണ് K2. ഡിസോസിയേറ്റ് ചെയ്യുന്നതിൻ്റെ കോൺസ്റ്റൻ്റ് ആണ്. അപ്പം നമ്മൾ പറയുകയാണ് നല്ല വീക്കായിട്ടുള്ളൊരു ബോണ്ടിങ്, അതായത് അത്ര സ്ട്രോങ് ഒന്നുമല്ല, ഭയങ്കര നല്ല വീക്കായിട്ടുള്ളൊരു ഒരു സാധാരണ വളരെ ശോഷിച്ച ഒരു ബോണ്ടിങ് ആണ് അവിടെ നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് വിചാരിക്കും, ഡിസോസിയേഷൻ വേഗം നടക്കും. കാരണം അവർ തമ്മിൽ വലിയ ബോണ്ടൊന്നുമില്ല, രണ്ടാൾക്കാർ തമ്മിൽ വലിയ അഫിനിറ്റി ഒന്നും ഇല്ല എന്ന് വിചാരിക്കുക, വലിയ ഇഷ്ടമൊന്നുമില്ല രണ്ടാളും തമ്മിലെങ്കിൽ അവർ വേഗം സെപ്പറേറ്റഡ് ആയിട്ട് പോവും അല്ലേ. അതുപോലെ തന്നെ ബൈൻഡിങ് ഭയങ്കര വീക്കാണെങ്കിൽ അവരെപ്പോഴും എന്തായിരിക്കും, ഡിസോസിയേറ്റ് ചെയ്ത് പോകാനുള്ള കോൺസെൻട്രേഷൻ ഹൈ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ ഇഫ് ബൈൻഡിങ് ഈസ് വീക്ക് ദ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് ഇസ് ഹൈ. അതുപോലെ തന്നെ KA എന്ന് പറയുന്നത് അതുകൊണ്ട് എന്തായിരിക്കും, വിൽ ബി ലോ. KA എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇതിൽ കണ്ട പോലെ KA എന്ന് പറയുന്നത് അസോസിയേഷൻ ബൈൻഡിങ് കോൺസ്റ്റൻ്റ് ആണ്. K2 എന്ന് പറയുന്നത് അടിയിൽ എഴുതിയിട്ടുണ്ട് ഡിസോസിയേഷൻ, ഇത് അസോസിയേഷൻ ബൈൻഡിങ്ങും അടിയിൽ എഴുതിയിട്ടുള്ളത് ഡിസോസിയേഷൻ റേറ്റ് കോൺസ്റ്റൻറ്റും. സോ വീക്ക് ബൈൻഡിങ് ആണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് KA എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈൻഡിങ് ആണ് നടക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് രണ്ടുപേരും തമ്മിൽ ഭയങ്കര സ്ട്രോങ് അഫിനിറ്റിയാണ്, നല്ല ഫ്രണ്ട്സാണ്, ഭയങ്കര അഫിനിറ്റിയാണ് അവർ തമ്മിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ചെയ്ത് പോകാനുള്ള ചാൻസ് ഭയങ്കര കുറവായിരിക്കും. K2 കുറവായിരിക്കുമ്പോൾ ഗ്രാജുവലി KAൻ്റെ വാല്യൂ എന്തായിരിക്കും, ഹൈ ആയിരിക്കും. ഇനി നെക്സ്റ്റ് ആണ് നമ്മൾ എവിഡിറ്റിനെ കുറിച്ചാണ് നോക്കുന്നത്. സോ വാട്ട് ഇസ് എവിഡിറ്റി? എവിഡിറ്റി മീൻസ് എ മെഷർ ഓഫ് ഓവറോൾ സ്ട്രെങ്ത് ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. അപ്പോൾ നമ്മൾ നേരത്തെ ഉള്ള ഡെഫിനിഷനിൽ സിംഗിൾ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ മെഷർ ഓഫ് ഓവറോൾ സ്ട്രെങ്ത് ആണ്. എല്ലാ ആൻറ്റിജനും ആൻറ്റിബോഡിയും തമ്മിലുള്ള കോംപ്ലക്സിൻ്റെ ഒരു സ്ട്രെങ്ത്. ഇവിടെയും സ്ട്രെങ്ത് തന്നെയാണ്, അവിടെയും സ്ട്രെങ്ത് ആണ്. പക്ഷേ ഇവിടെ ഓവറോൾ ആയിട്ടുള്ള സ്ട്രെങ്ത് ആണ്, അവിടെയോ ഒരു പെർട്ടിക്കുലർ ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അതാണ് ഇവരുടെ തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ എവിഡിറ്റി ഡിപ്പെൻഡ്സ് ഓൺ 3 മേജർ പാരാമീറ്റേഴ്സ്. സോ വാട്ട് ആർ ദേ? അഫിനിറ്റി, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അഫിനിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ വളരെയധികം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ തമ്മിൽ ഒരു ബന്ധമോ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു സ്ട്രെങ്ത് ഇല്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് ഓൺ ദ എവിഡിറ്റി. ഓവറോൾ സ്ട്രെങ്ത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതായത് ഒരു വലിയ ടീമാണെന്ന് വിചാരിക്കുക, അതായത് സുവോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വലിയ ടീമിൽ
ആർക്കും പരസ്പരം വലിയ അഫിനിറ്റി ഒന്നും ഇല്ലെങ്കിൽ ഓവറോൾ അത് നമ്മുടെ കൂട്ടത്തിനെ ബാധിക്കും, നമ്മുടെ ആ ഗ്രൂപ്പിനെ ബാധിക്കും, എല്ലാവരും തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങിനെയും അത് ബാധിക്കും. അതാണ് നമ്മൾ പെർട്ടിക്കുലർ ആ സിംഗിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ അല്ലെങ്കിൽ ആ ഒരു സിംഗിൾ കമ്പോണൻസിൽ തമ്മിൽ എന്ത് വേണം, ഒരു അഫിനിറ്റി വേണം എന്ന് നമ്മൾ പറയുന്നത്. ഇനി വാലൻസി ഓഫ് ബോത്ത് ദ ആൻറ്റിബോഡി ആൻഡ് ആൻറ്റിജൻ, സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ പാർട്സ് ദാറ്റ് ഇൻട്രാക്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ആൻറ്റിജൻ്റെയും ആൻറ്റിബോഡിയുടെയും വാലൻസീസ്, അവർ കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ, അതിൻ്റെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സ്, ഇൻട്രാക്ഷന് പറ്റിയിട്ടുള്ള പാർട്സ്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് എടുക്കുകയാണ്. ആൻഡ് ദർ ഈസ് എൻ എക്സാമ്പിൾ ദാറ്റ് IgG ആർ ബൈവാലൻറ്റ് ആൻഡ് IgMs ആർ ഡെക്കാവാലൻറ്റ്. ഈ ഒരു IgMനെ കുറിച്ച് നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെൻറ്റാമിയേഴ്സ് ആണ്, അതായത് അവർക്ക് 5 ആംസ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഒത്തിരി ആൻറ്റിജൻസിനെ അവർക്ക് പിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ IgGനെ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആകെ 2 ആൻറ്റിജനെ ആയിരിക്കും പിടിക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇവരുടെ വാലൻസീസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു ആൻറ്റിജൻ്റെ ആണെങ്കിലും ആൻറ്റിബോഡിയുടെ ആണെങ്കിലും വാലൻസീസിനെ, അതുപോലെ അവരുടെ സ്ട്രക്ചറൽ അറേഞ്ച്മെൻറ്റ്സിനെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, ദാറ്റ് ഈസ് ഗ്രേറ്റർ ആൻഡ് ഇമ്മ്യൂണോഗ്ലോബുലൻസ് വാലൻസി, അതായത് നമ്പർ ഓഫ് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്. അതായത് നമ്മൾ ഈ IgMനെ ഒന്ന് സൂം ചെയ്യുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെൻറ്റാമിയർ. അപ്പോൾ നോക്കൂ, അതിന് എത്ര ഇവിടെ ഒരെണ്ണം പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം, ഇവിടെ പിടിക്കാം. സോ ടോട്ടലി അതിനെ 10 പിടിക്കാൻ പറ്റും. ഇനി IgDനെ നോക്കൂ, 2 പിടിക്കാൻ പറ്റുള്ളൂ. IgAനെ നോക്കൂ, 4 പിടിക്കാൻ പറ്റും. സോ ഇവരുടെ വാലൻസീസ് തമ്മിൽ, അതായത് ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ്സ് ഡിഫറെൻ്റ് ആണ്. ഗ്രേറ്റർ ദ എമൗണ്ട് ഓഫ് ആൻറ്റിജൻസ് ഇറ്റ് ക്യാൻ ബൈൻഡ്, greater will be the avidity. Similarly, the antigens can demonstrate multivalency because they can bind to more than one antibody. അപ്പോൾ ഇതിപ്പോൾ ആൻറ്റിജൻ്റെ കേസാണ് പറഞ്ഞത്. ആൻറ്റിബോഡീസിനും മോർ ദാൻ വൺ ആൻറ്റിജൻസിനും മോർ ദാൻ വൺ ആൻറ്റിബോഡീസിനെ ആയിട്ട് ബൈൻഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. സോ മൾട്ടിമെറിക് ഇൻട്രാക്ഷൻസ് ആയിരിക്കും ഈ ആൻറ്റിജനും ആൻറ്റിബോഡീസും തമ്മിൽ നടക്കുന്നത്. അതായത് IgM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തുമ്പോൾ മാത്രമായിരിക്കില്ല ഒരു ആൻറ്റിബോഡി വന്ന് ബൈൻഡ് ചെയ്യുക, അതിന് IgMലും IgGയിലും ചിലപ്പോൾ ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ മോണോമെറിക് അല്ല, എല്ലാവരും മൾട്ടിമെറിക് ആണ് ഇവിടെ ഒരു ഇൻട്രാക്ഷൻസ് നടത്തുന്നത്. സോ ഈ ഒരു എക്സാമ്പിൾ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഇവിടെ IgM നമ്മൾ പറയും ഡെക്കാമെറിക് ആണ്, പെൻറ്റാമിയേഴ്സ് ആണ്. അപ്പോൾ അവർക്ക് 10 ആളെ അവർക്ക് ഇങ്ങനെ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഡൈമറിക് ആണ്. IgG എന്ന് പറഞ്ഞത് നമ്മൾ നേരത്തെ നോക്കി ഡൈമറിക് ആണ്. ഇവിടെ അതിൽ കൂടുതൽ 10 ആളെ പിടിക്കാൻ പറ്റും, ഇവിടെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആളെ പിടിക്കാനായിട്ട് പറ്റുള്ളൂ. സോ ഹിയർ ലോ അഫിനിറ്റി ഇൻട്രാക്ഷൻസ് ക്യാൻ ഹാവ് ഹൈ അവിഡിറ്റി ഇഫ് വാലൻസി ഈസ് ഹൈ. അതായത് ഈ ഒരു IgMൽ അവരിപ്പം വലിയ അഫിനിറ്റിയിലൊന്നും അല്ല പിടിക്കുന്നത്, വലിയ സ്ട്രോങ് ആയിട്ടൊന്നും അവരെ പിടിക്കുന്നില്ലെങ്കിൽ കൂടി അവരുടെ അവിഡിറ്റി കൂടുതലായിരിക്കും, കാരണം അവിടെ അംഗസംഖ്യ കൂടുതലാണ്. അതായത് ഇപ്പോൾ വെരി സിമ്പിൾ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ BComന് ആർട്സിന് കപ്പ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഈവൻ ഇഫ് ഇൻഡിവിജ്വൽസ് ഒന്നും ആ BComലുള്ള എല്ലാ കുട്ടികളും വളരെ നന്നായിട്ടൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ലെങ്കിലും അവർക്ക് ഓവറോൾ ആയിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ടായിരിക്കും, കാരണം അവിടുത്തെ അംഗസംഖ്യ കൂടുതലുണ്ട്. അപ്പോൾ ആരെങ്കിലും ഒക്കെ വന്ന് പിടിച്ച് സ്ട്രെങ്ത് അവരെ കൂടുതലായിരിക്കും. നേരെ മറിച്ച് നമ്മുടെ കേസാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വളരെ ആൾക്കാർ കുറവാണ്. അതായത് ഈ ഡൈമറിക് IgGൻ്റെ കാര്യം നോക്കുക, നമ്മൾ ആൾക്കാർ കുറവാണ്, വളരെ അഫിനിറ്റി കുറഞ്ഞിട്ടാണ് പിടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും എവിഡിറ്റി കുറവായിരിക്കുള്ളൂ. കാരണം ആകെയുള്ള ഇച്ചിരി പേരും വലിയ കാര്യമായിട്ടൊന്നും ചെയ്യണില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അഫിനിറ്റി കുറയും. സോ ദർ ബൈ എവിഡിറ്റിയും കുറയും. ഇനി ഇവിടെ IgM ടെൻ ടു ബൈൻഡ് ടൈറ്റ്ലി ബട്ട് ഹാവ് ലെസ് സ്പെസിഫിസിറ്റി. IgM എന്ന് പറയുമ്പം എപ്പോഴും ബൈൻഡ് ടൈറ്റ്ലി ബട്ട് വിൽ ബി ഹാവിങ് എ വെരി ലെസ് സ്പെസിഫിസിറ്റി. ഇനി IgGൻ്റെ കേസിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എപ്പോഴും പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ബൈൻഡിങ് നടക്കുന്നുണ്ടായിരിക്കുക. അവർ തമ്മിൽ നല്ല ഹൈ അഫിനിറ്റി ഓഫ് ബൈൻഡിങ് ഉണ്ടായിരിക്കും. ആൻഡ് ഇറ്റ് വുഡ് ബി മോർ സ്പെസിഫിക് ആൻഡ് ദർ വുഡ് ബി പെർഫെക്റ്റ് ഫിറ്റ് ബിറ്റ്വീൻ ദ ആൻറ്റിജൻ ബൈൻഡിങ് സൈറ്റ് ആൻഡ് ദ ആൻറ്റിജൻ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സ്പെസിഫിസിറ്റി. ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുന്നതിനുള്ളൂ, നമ്മൾ റിപ്പീറ്റഡ്ലി പറഞ്ഞിട്ടുള്ളതാണ് സ്പെസിഫിസിറ്റി എന്താണെന്ന്. It refers to the ability of an individual antibody combining site to react with only one antigen determinant, അല്ലെങ്കിൽ ability of a population of antibody molecules to react with only one antigen. Nothing but ഒരു എപ്പിടോപ്പിന് ഒരു പെർട്ടിക്കുലർ പാരടോപ്പിനായിട്ട് മാത്രം റിയാക്ട് ചെയ്യാനുള്ള എബിലിറ്റി. അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബോഡീസിന് ഒരു പെർട്ടിക്കുലർ ആൻറ്റിജനോട് മാത്രം റിയാക്ട് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് പറയുന്നത്. ആൻഡ് ദർ ഇസ് ഹൈ ഡിഗ്രി ഓഫ് സ്പെസിഫിസിറ്റി ഇൻ AgAb റിയാക്ഷൻസ്. അത് പ്രൈമറി സ്ട്രക്ചർ ഓഫ് ആൻറ്റിജൻ, ഐസോമറിക് ഫോം ഓഫ് ആൻറ്റിജൻ, സെക്കൻഡറി ടെർഷ്യറി സ്ട്രക്ചർ ഓഫ് ആൻറ്റിജനിലൊക്കെ എന്ത് കാണിക്കും, അല്ലെങ്കിൽ ദ ആൻറ്റിബോഡീസ് ക്യാൻ ബി ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ബൈ ദ ഡിഫറൻസസ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് നേച്ചർ ഓഫ് ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ.
സോ ഇതിൽ വരുന്നത് എന്താ, ക്രോസ് റിയാക്ടിവിറ്റി ആണ്. ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ഇറ്റ് റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻറ്റിബോഡി കമ്പൈനിങ് സൈറ്റ്. ഒരു ഇൻഡിവിജ്വൽ ആൻറ്റിബോഡി കമ്പൈനിങ് സൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും, ഒരു പാരടോപ്പ് ടു റിയാക്ട് വിത്ത് ദ ആൻറ്റിജൻ ഡിറ്റർമിനൻറ്റ്, അതായത് എപ്പിടോപ്പ് ഓഫ് ദ ആൻറ്റിജൻ്റെ എപ്പിടോപ്പിനും ആൻറ്റിജൻ്റെ അതായത് ആൻറ്റിബോഡിയുടെ പാരടോപ്പിനുമായിട്ട് കമ്പൈൻ ചെയ്യുക, അല്ലെങ്കിൽ എബിലിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾസ് ടു റിയാക്ട് വിത്ത് മോർ ദാൻ വൺ ആൻറ്റിജൻ. അതായത് നമ്മൾ നേരത്തെ സ്പെസിഫിസിറ്റി പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ക്രോസ് റിയാക്ടിവിറ്റി. അതായത് നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്, ഇവരെപ്പോഴും ടൈലർ മെയ്ഡാണ്, അവർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൻറ്റിജന്മേലാണ് ആൻറ്റിബോഡി ബൈൻഡ് ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനൊരു എക്സെപ്ഷനാണ്. ഈ എപ്പിടോപ്പിന് വേറെ ഏതെങ്കിലും ഒരു പാരാടോപ്പായിട്ട് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൻറ്റിബോഡീസിന് വേറെ നോൺ സ്പെസിഫിക് ആയിട്ട്, അതായത് ഒരു പോപ്പുലേഷൻ ഓഫ് ആൻറ്റിബോഡി മോളിക്യൂൾസിന് മോർ ദൻ വൺ ആൻറ്റിജനെയായിട്ട് അവർക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥേനെയാണ് നമ്മൾ പറയുന്നത് ക്രോസ് റിയാക്ടിവിറ്റി എന്ന്. ക്രോസ് റിയാക്ഷൻ അറൈസ് ബിക്കോസ് ദ ക്രോസ് റിയാക്ടിംഗ് ആൻറ്റിജൻ ഷെയർസ് ആൻ എപ്പിടോപ്പ് ഇൻ കോമൺ വിത്ത് ദ ഇമ്മ്യൂണൈസിങ് ആൻറ്റിജൻ, ഓർ ബിക്കോസ് ഇറ്റ് ഹാസ് ആൻ എപ്പിടോപ്പ് വിച്ച് ഇസ് വെരി മച്ച് സിമിലർ ടു ദ പാരടോപ്പ് ഓർ ദ ബൈൻഡിങ് സൈറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ട്രക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ആൻറ്റി ബി എ ബി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിൽ ആ ഒരു എപ്പിടോപ്പ് സിമിലർ ആണെങ്കിലും അതുപോലെ ഷെയർ ചെയ്യുന്ന എപ്പിടോപ്പ് ആണെങ്കിലും ഇവർക്ക് ബൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൾറെഡി AGA എന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റിജൻ എ വന്നിരുന്നു, എന്നിട്ട് അതിൻ്റെ ആ ഒരു എപ്പിടോപ്പ് അവിടെ റിമെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവർ ഷെയർ ചെയ്യുകയാണ്, ആ ഒരു പെർട്ടിക്കുലർ എപ്പിടോപ്പ് ഷെയർ ചെയ്യുകയാണ്. പക്ഷേ അടിയിലുള്ള AGA മാറി അവിടേക്ക് ആര് വന്നു, AGB വന്നു. ഈ ഒരു സ്ട്രക്ചറാണ് പറയുന്നത്. ഇവിടെ കണ്ടില്ലേ AGA എന്ന് പറഞ്ഞുള്ള സ്ട്രക്ചർ കണ്ടില്ലേ, ഈ ഒരു ബ്ലൂ കളറാണ് നമ്മൾ എന്ത് പറയുന്നത്, എപ്പിടോപ്പ് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും സെയിം എപ്പിടോപ്പിനെയാണ് ഷെയർ ചെയ്യുന്നത്, പക്ഷേ അടിയിലുള്ള സാധനം മാറിപ്പോയി, ഫോറിൻ പാർട്ടിക്കിൾ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇതാണ് ഷെയർഡ് എപ്പിടോപ്പ് എന്ന് പറഞ്ഞൊരു കേസ് വരുമ്പോൾ നടക്കുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് സിമിലർ എപ്പിടോപ്പ്. കാരണം ഇവിടെ പെർഫെക്റ്റ്ലി ഫിറ്റ് ആവാൻ പറ്റുന്ന പോലെ സിമിലാരിറ്റി ഉള്ള വേറൊരു എപ്പിടോപ്പ് വന്നിരിക്കുകയാണെങ്കിലും ക്രോസ് റിയാക്ടിവിറ്റി നടക്കാം. സോ നമ്മൾ ഒരു കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ നമ്മൾ അഫിനിറ്റി എന്താണെന്ന് പഠിച്ചു. ദാറ്റ് ഇസ് എ സ്ട്രെങ്ത് ബിറ്റ്വീൻ എ സിംഗിൾ ആൻറ്റിജൻ ആൻഡ് ആൻറ്റിബോഡി ഇൻട്രാക്ഷൻ അല്ലേ. ഇനി നെക്സ്റ്റ് നമ്മൾ ഏതാണ്, എവിഡിറ്റി ആണ് പഠിച്ചത്. എവിഡിറ്റി എന്ന് പറയുമ്പം ഓവറോൾ അല്ലെങ്കിൽ സം ടോട്ടൽ ഓഫ് ഓൾ ദ സ്ട്രെങ്ത് ബിറ്റ്വീൻ ദ AG ആൻഡ് ദ AB ആണ്. പിന്നെ സ്പെസിഫിസിറ്റി പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ക്രോസ് റിയാക്ടിവിറ്റി വന്നത്. സോ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വീഡിയോയിൽ. താങ്ക് യു.